ഹായ് എവരിവൺ. 10ാം ക്ലാസ്സിലെ ICT പാഠപുസ്തകത്തിലെ 9ാമത്തെ ചാപ്റ്റർ ടു ദ ഇൻഫർമേഷൻ സ്റ്റോർ ഹൗസ്, അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ ആണ് SQLite. അതായത് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യാൻ വേണ്ട സോഫ്റ്റ്വെയർ ആണ് DBMS. വാട്ട്സ് ഡാറ്റാബേസ്? ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ഡാറ്റാബേസസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡാറ്റാബേസസിൽ നിന്നും ഡാറ്റ റിട്രീവ് ചെയ്യാനും അതിലേക്ക് ഡാറ്റ ആഡ് ചെയ്യാനും അതിലുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി നമ്മൾ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യും. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസിനെയാണ് DBMS സോഫ്റ്റ്വെയർസ് എന്ന് പറയാം, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇങ്ങനെയുള്ള DBMS സോഫ്റ്റ്വെയർസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ SQLite. അതിൽ വരുന്ന മറ്റ് സോഫ്റ്റ്വെയർസാണ് SQL സെർവർ, MySQL, Oracle. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് SQLite. അതിൽ നമ്മൾ ഒരു ഡാറ്റാബേസിൽ ഒരുപാട് ടേബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ ടേബിളും സ്പെസിഫിക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ആ ടേബിളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ റിട്രീവ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് ഉണ്ടാക്കുന്നതും അതിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതും. ഫസ്റ്റ് നമുക്ക് ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ SQLite ഒന്ന് ഓപ്പൺ ചെയ്യാം. SQLite നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ DB ബ്രൗസർ ഫോർ SQLite എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് നമുക്ക് കാണാം. ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്, DB ബ്രൗസർ ഫോർ SQLite. ഓക്കെ, ഈ DB ബ്രൗസർ ഫോർ SQLite ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ ന്യൂ ഡാറ്റാബേസ്, ഓപ്പൺ ഡാറ്റാബേസ് എന്നീ ഓപ്ഷൻസ് കാണാം. അതിൽ നമ്മൾ ന്യൂ ഡാറ്റാബേസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ പുതിയ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ ഡാറ്റാബേസിനകത്ത് നമുക്ക് എത്ര ടേബിൾസ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മളോട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കാനും അതുമായി ബന്ധപ്പെട്ട ടേബിൾസ് ഉണ്ടാക്കി അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ന്യൂ ഡാറ്റാബേസ് എന്ന ടേബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊരു സേവ് ചെയ്യാനുള്ള വിൻഡോ വരും. അതിൽ നമ്മുടെ ഒരു ഫോൾഡറിനകത്ത് നമ്മുടെ ഫോൾഡർ സെലക്ട് ചെയ്ത് അതിൽ നമുക്ക് നമ്മുടെ ഡാറ്റാബേസിന് ഒരു പേര് കൊടുത്തുകൊണ്ട് അതിനെ സേവ് ചെയ്യാവുന്നതാണ്. നമ്മളൊരു പേര് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് ടേബിൾ ഡെഫിനിഷൻ എന്ന ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മൾ ആഡ് ചെയ്യാനുള്ള ഫസ്റ്റ് ടേബിളിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ഇതിൽ ടേബിൾ എന്ന ഭാഗത്ത് നമുക്ക് നമ്മുടെ ടേബിളിനൊരു പേര് കൊടുക്കാം. ഇവിടെ നമ്മൾ തൽക്കാലം കൺട്രി എന്ന ടേബിളാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നമ്മോട് 3 ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് കൺട്രി ടേബിൾ, മറ്റൊന്ന് പ്ലെയർ ടേബിൾ, മറ്റൊന്ന് മാച്ചസ് ടേബിൾ. പേജ് നമ്പർ 56 അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വാല്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൺട്രി ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ പേര് കൊടുത്തു. ഇനി ഇവിടെ ഒരു ആഡ് ബട്ടൺ കാണാം. ആഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ കൺട്രി ടേബിളിൽ നമുക്ക് ഏതെല്ലാം ഫീൽഡ് ആവശ്യമുണ്ടോ, ഉദ്ദേശിക്കുന്നത് ഹെഡിങ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫീൽഡ് എന്ന ഭാഗത്ത് നമുക്ക് ആദ്യം കൊടുക്കാനുള്ളത് കൺട്രി ID ആണ്. ഇത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അത് ഡിലീറ്റ് ചെയ്ത് country _ ID. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ഫീൽഡ് കൊടുക്കുമ്പോൾ സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് സ്പേസിൻ്റെ ഭാഗത്ത് അണ്ടർസ്കോർ ഉപയോഗിക്കാവുന്നതാണ്, കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കൺട്രി ID ആഡ് ചെയ്തു. കൺട്രി IDയിൽ നമുക്ക് വരുന്ന വാല്യൂസ് C100, C101 അങ്ങനെയുള്ള വാല്യൂസാണ്. അതിൽ ലെറ്റേഴ്സും ഉണ്ട് നമ്പേഴ്സും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ് എന്നാക്കി കൊടുക്കുന്നു. ഓക്കെ, ഇൻറ്റിജർ ടൈപ്പിൽ നമ്പേഴ്സ് മാത്രമേ സ്റ്റോർ ആവുകയുള്ളൂ. അവിടെ ടെക്സ്റ്റ് എന്ന് മാറ്റി കൊടുക്കാം. എഗെയിൻ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത ഫീൽഡ് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് കൺട്രി നെയിം കൊടുക്കാം. ഈ കൺട്രി നെയിമിന് ഇതുപോലെ തന്നെ നമ്മൾ
ടെക്സ്റ്റ് എന്ന ഡാറ്റയാണ് കൊടുക്കുന്നത്. ഇനി ഡാറ്റാബേസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രൈമറി കീ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏതൊരു ടേബിളിലും യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്പർ ഉണ്ടായിരിക്കും. ഒരു ക്ലാസ്സിലെ കുട്ടിയെ യുണീക്കായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അവരുടെ റോൾ നമ്പർ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഏത് ടേബിളിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു നമ്പർ, ഒരു ID ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നത്. ഈ പ്രൈമറി കീ സെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ടേബിളിൽ റിപ്പീറ്റേഷൻ ഒഴിവാക്കാനൊക്കെ കഴിയുള്ളൂ. റിപ്പീറ്റഡ് വാല്യൂസ് കൊടുക്കുന്നതിനെ ഒഴിവാക്കുന്നെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈമറി കീ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ കൺട്രി നെയിം, കൺട്രി ID, എപ്പോഴും ഒരു ID നമ്പർ ആയിരിക്കണം പ്രൈമറി കീ. അതായത് അത് റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല, ഒരാൾക്ക് ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു ഫീൽഡിനെ നമ്മൾ പ്രൈമറി കീ ആക്കി സെറ്റ് ചെയ്യണം. ഇവിടെ നമുക്കത് കൺട്രി ID ആണ്. അതുകൊണ്ട് ഇവിടെ PK, പ്രൈമറി കീയുടെ ഷോർട്ടാണ് PK എന്നുള്ളത്. ഒന്ന് ടിക്ക് മാർക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇത് പ്രൈമറി കീ സെറ്റായി. കൺട്രി ID, കൺട്രി നെയിം, ഇങ്ങനെയുള്ള വാല്യൂസ് വന്നു. ഇനി നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് നമ്മുടെ ടേബിൾസ് ഇവിടെ വന്ന് കിടക്കുന്നത് കാണാം. ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ടേബിൾ ഇവിടെ കാണാം. കണ്ടോ? കൺട്രി എന്ന പേരിൽ നമ്മൾ ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, ഈ ടേബിളിലേക്ക് വാല്യൂസ് കൊടുക്കണം അല്ലേ? കൺട്രി എന്ന ടേബിൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിൻ്റെ സ്ട്രക്ചർ ആയിട്ടുള്ളൂ. ഇനി അതിലേക്ക് വാല്യൂസ് നൽകണം. അതിനു വേണ്ടി എന്ത് ചെയ്യാം എന്ന് നോക്കാം. ഇതിൽ ബ്രൗസ് ഡാറ്റ, ഡാറ്റാബേസ് സ്ട്രക്ചർ, അതിന് തൊട്ടടുത്ത് ബ്രൗസ് ഡാറ്റ എന്ന ഒരു ടാബ് നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ടേബിൾസ്, നമ്മൾ ഇതിലുണ്ടാക്കിയിട്ടുള്ള എല്ലാ ടേബിൾസും ഇവിടെ ഡിസ്പ്ലേ ആവും. ഇപ്പം നമ്മൾ കൺട്രി ടേബിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഈ കൺട്രി ടേബിൾ ആണ് ഇവിടെ ഉള്ളത്. അത് സെലക്ട് ചെയ്യുക. ദെൻ ഇൻസേർട്ട് ന്യൂ റെക്കോർഡ് എന്ന ഒരു ബട്ടൺ നമുക്കിവിടെ കാണാം. ആ ഇൻസേർട്ട് ന്യൂ റെക്കോർഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഫീൽഡ്സ് വരുന്നതാണ്. ഓക്കെ, ബ്രൗസ് ഡാറ്റ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഓക്കെ, ഇതിങ്ങനെയാണ് കിടക്കുന്നത് എങ്കിൽ നമുക്ക് എല്ലാ ടൂൾസും അവൈലബിൾ ആവില്ല. ഇതിനെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗത്തേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡ് ഇൻ ദ കറണ്ട് ടേബിൾ. കണ്ടോ? അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിലേക്ക് റെക്കോർഡ്സ്, നേരത്തെ നമ്മൾ ഫീൽഡ് ഉണ്ടാക്കി, അതായത് ഹെഡിങ്സ് കൊടുത്തു. ഇനി അതിലേക്ക് ഓരോ വാല്യൂസ് കൊടുക്കുന്നത് നമ്മൾ ഓരോ റോന് ഓരോ റെക്കോർഡ് എന്നാണ് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ന്യൂ റെക്കോർഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ലൈന്, അതായത് ഫസ്റ്റ് റോ വരും. ഇതിലേക്ക് നമ്മൾ വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. കൺട്രി ടേബിളിൽ കൊടുക്കാനുള്ള വാല്യൂസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. C100, അത് പാകിസ്ഥാൻ. വീണ്ടും നമ്മൾ ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡ് എന്ന് കൊടുക്കുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്ത് C101 എന്നത് ശ്രീലങ്ക. ഈ രൂപത്തിൽ അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഡേറ്റാസും നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഈ രൂപത്തിൽ നമ്മൾ എല്ലാ ഡേറ്റയും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ തവണയും നമ്മൾ ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡ് എന്ന് പ്രസ് ചെയ്ത് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ കൺട്രി ടേബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ രൂപത്തിൽ നമുക്ക് വീണ്ടും പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ കൺട്രി ടേബിൾ ഇവിടെ റെഡി ആയി. അതിനുശേഷം നമ്മൾ പ്ലെയർ ടേബിളും മാച്ചസ് ടേബിളും നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഇവിടെ ഡാറ്റാബേസ് സ്ട്രക്ചർ എന്ന ടാബിൽ പോയാൽ നമുക്കിവിടെ ക്രിയേറ്റ് ടേബിൾ കാണാവുന്നതാണ്. ഈ ക്രിയേറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് നമ്മൾ കൊടുക്കാവുന്ന അടുത്ത ടേബിൾ പ്ലെയർ എന്ന ടേബിൾ കൊടുക്കുക. ആഡ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഫീൽഡ്സ് ഇതിൽ ആഡ് ചെയ്യുക. അതിൽ പറഞ്ഞിട്ടുള്ളത് പ്ലെയർ ഐ ഡി ഒരു ടെക്സ്റ്റാണ്, അതിൽ ലെറ്റേഴ്സും നമ്പേഴ്സും വരുന്നുണ്ട്. വീണ്ടും ആഡ് ബട്ടൺ കൊടുക്കുന്നു. അതിൽ പ്ലെയർ നെയിം പ്ലെയർ നെയിം ടെക്സ്റ്റാണ്, ലെറ്റേഴ്സാണ് വരുന്നത്. വീണ്ടും ആഡ് ബട്ടൺ കൊടുക്കുന്നു. അതിൽ ടോട്ടൽ റൺസ് നമുക്ക് നമ്പേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് ഇൻറ്റീജർ ഡാറ്റയാണ്, ഇൻറ്റീജർ ടൈപ്പാണ് നമ്മളതിൽ കൊടുക്കുന്നത്. ദെൻ കൺട്രി ഐ ഡി അതും ഈ ടേബിളിൽ നമ്മളോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രണ്ട് ടേബിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൺട്രി ഐ ഡി കൊടുത്തു. ഇവിടെയും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ഐ ഡി നമ്മൾ എന്ത് ചെയ്യണം, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ പ്ലെയർ ടേബിൾ ആയതുകൊണ്ട് പ്ലെയർ ഐ ഡി ആണ് ആ ഒരു പ്ലെയറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതാണ് പ്രൈമറി കീ ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നത്. സോ പ്ലെയർ ഐ ഡിയുടെ PK എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പം അത് പ്രൈമറി കീ പ്ലെയർ ഐ ഡി എന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. ഈ രൂപത്തിൽ നമ്മൾ രണ്ടാമത്തെ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ ബ്രൗസ് ഡാറ്റ യൂസ് ചെയ്ത് ഇതിൽ നിന്ന് നമ്മുടെ പ്ലെയർ ടേബിൾ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ന്യൂ റെക്കോർഡ് എന്ന ഫീൽഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ പേജ് നമ്പറിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 56 പ്ലെയർ ടേബിളിൽ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആ കംപ്ലീറ്റ് വാല്യൂസ് നമുക്ക് ഇതിലേക്ക് ടൈപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മാച്ചസ് ടേബിൾ ഈ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്രിയേറ്റ് ടേബിൾ കൊടുത്തുകൊണ്ട് മാച്ചസ് എന്നുള്ള ടേബിൾ ഉണ്ടാക്കുന്നുണ്ട്. മാച്ചസ് ടേബിളിലും അതിനാവശ്യമായിട്ടുള്ള ഫീൽഡ്സ്, അതിൽ നമുക്ക് കൊടുക്കേണ്ട ഫീൽഡ്സ് ഒന്ന് ഇയർ എന്നുള്ളത് വെറും ഇൻറ്റീജർ വാല്യൂ കൊടുത്താൽ മതി, നമ്പേഴ്സ് ആയി വരുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ഫീൽഡ് വിന്നർ ഒരു കോഡാണ്, വിന്നറുടേതും കോഡാണ് കൊടുത്തിട്ടുള്ളത്. അത് ടെക്സ്റ്റ്, അതായത് ലെറ്റേഴ്സും നമ്പേഴ്സും വരുന്നതുകൊണ്ട് ടെക്സ്റ്റ് ഡാറ്റ എന്ന് സെലക്ട് ചെയ്യുന്നു. ദെൻ ബെസ്റ്റ് പ്ലെയർ അതും ഒരു കോഡാണ്, പ്ലെയറുടെ കോഡാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത് ടെക്സ്റ്റ് നമ്പേഴ്സും ലെറ്റേഴ്സും വരുന്ന കോഡാണ്. അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ മാച്ച് എന്നുള്ള ടേബിളും ക്രിയേറ്റ് ചെയ്തു. ഇതിൽ നമുക്ക് ഈ മാച്ചസ് എന്നുള്ള ടേബിളിൽ ഇതിൽ ആരാണ് വിന്നർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഒരു വിന്നറുടെ ID ഒരു പ്രൈമറി കീ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മാച്ചസ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ബ്രൗസ് ഡാറ്റയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള 3 ടേബിളും വന്നിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ കൺട്രി ടേബിളിൽ മാത്രമേ വാല്യൂസ് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നോക്കി നമുക്ക് അതിലുള്ള വാല്യൂസ് ഒക്കെ കാണാവുന്നതാണ്. ഇതേ രൂപത്തിൽ നമ്മൾ മാച്ചസ് ടേബിൾ സെലക്ട് ചെയ്യാം, ഇതിലേക്ക് വാല്യൂസ് ആഡ് ചെയ്യാം. ഇനി ഇത്രയുമാണ് നമ്മൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് വേണം, ഇതിൽ ഈ വാല്യൂസിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റിട്രീവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ SQL യൂസ് ചെയ്യുന്നതാണ്. SQL query എന്ന് പറയാം. ഇൻസ്ട്രക്ഷൻസ് that you are given to the SQLite software or any other database software is called SQL queries. അപ്പോൾ query എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു ടേബിളിൽ കൺട്രി എന്ന ടേബിളിൽ നമുക്ക് ഒരു കൺട്രി ID കൊടുത്തിട്ട് അത് ഏത് കൺട്രിയാണ് എന്ന് നമുക്കറിയണം. ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ്റെ ബേസിൽ നമുക്ക് കുറച്ച് വാല്യൂസിനെ കിട്ടണം എങ്കിൽ നമ്മൾ യൂസ് ചെയ്യാവുന്ന
ഇൻസ്ട്രക്ഷൻസ് ആണ് ക്വറീസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു ക്വറി കൊടുക്കുക? ടേബിൾ ചെയ്തു, വാല്യൂസ് കൊടുത്തു. ഇനി ക്വറി യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് അതിന്റെ വാല്യൂസ് ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതില് ക്വറി കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാബാണ് എക്സിക്യൂട്ട് SQL. കണ്ടോ, ഈ എക്സിക്യൂട്ട് SQL എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയ വരും. അവിടെയാണ് നമ്മൾ ക്വറി കൊടുക്കുന്നത്. ക്വറി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ലഭിക്കാനുള്ളതിനുള്ള ഇൻസ്ട്രക്ഷനാണ് സെലക്ട്. അതായത് അത് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെലക്ട്. ഇപ്പോൾ തൽക്കാലം നമ്മൾ കൊടുക്കുന്നത് കൺട്രി നെയിം ഫ്രം. ഫ്രം എന്ന് ഉദ്ദേശിച്ചത് ടേബിളിന്റെ പേര് കൊടുക്കാം. ഏത് ടേബിളിൽ നിന്നാണ് നമുക്ക് വാല്യൂ കിട്ടേണ്ടത് ആ ടേബിളിന്റെ പേര് കൊടുക്കുക. ഇവിടെ നമ്മുടെ ടേബിളിന്റെ പേര് കൺട്രി എന്നാണ്. ഫ്രം കൺട്രി. ഇനി കണ്ടീഷൻ, എന്ത് വാല്യൂ ആണ് കിട്ടേണ്ടത്? സെലക്ട് കൺട്രി നെയിം ഫ്രം കൺട്രി. വേർ കൺട്രി ID നമുക്ക് അറിയുമെങ്കിൽ ഒരു കൺട്രി ID കിട്ടിയാൽ ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരുന്നതാണ്, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കൺട്രി ID ഈക്വൽ ടു നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ഒരു സിംഗിൾ കോഡ്സിനകത്തായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. C101 സിംഗിൾ കോഡ്സ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണ്? സെലക്ട് മീൻസ് ഡിസ്പ്ലേ കൺട്രി നെയിം ഡിസ്പ്ലേ ചെയ്യുക. എവിടെ നിന്ന്? ഫ്രം കൺട്രി. കൺട്രി ടേബിളിന്റെ പേരാണ്. വേർ എന്താണ് നമ്മുടെ കണ്ടീഷൻ എന്നത് വേറിൽ പറയാം. കൺട്രി ID C101 എന്ന കൺട്രി ID ഉള്ള കൺട്രിയുടെ പേര് ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഈ ഒരു ഈ ഒരു ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാം, എക്സിക്യൂട്ട് ഓൾ എന്നുള്ള ബട്ടൺ. ഇതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ശ്രീലങ്ക, ഇവിടെ കണ്ടോ കൺട്രി നെയിം ഔട്ട്പുട്ട് ഇവിടെയാണ് കാണിക്കുക, ശ്രീലങ്ക എന്ന് എഴുതിയത് കാണാം. ഇനി ഇതിന് പകരം നമ്മൾ കൺട്രി നെയിം 102 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇന്ത്യ. കണ്ടോ, ഈ രൂപത്തിലാണ് നമ്മൾ ക്വറി കൊടുക്കുന്നത്. ഇതിനാണ് SQL ക്വറീസ് എന്ന് പറയാം. അപ്പോൾ ഒന്നിത് നമുക്ക് മറ്റൊരു ക്വറി കൊടുത്തു നോക്കാം. ഇത് വേണ്ട, മറ്റൊരു പുതിയൊരു ക്വറി കൊടുക്കാം. സെലക്ട് സ്റ്റാർ എന്ന് ഉദ്ദേശിച്ചത് ഓൾ എന്നുള്ളതാണ്. നമ്മുടെ ഒരു ടേബിളിലുള്ള കംപ്ലീറ്റ് വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണണമെങ്കിൽ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം കൺട്രി എന്നാണ് കൊടുക്കുക. ഓക്കെ, സ്റ്റാർ ഫ്രം കൺട്രി എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ കൺട്രിയിലുള്ള ഫുൾ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും, ആ ടേബിളിലുള്ള കംപ്ലീറ്റ് ഡാറ്റ. ഇനി സെലക്ട് സ്റ്റാർ ഫ്രം കൺട്രി വേർ ബാക്കി കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ വേർ കൺട്രി ID കൺട്രി ID ഈക്വൽ ടു C1006 എന്നതാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ കണ്ടോ, നമുക്ക് അതിലുള്ള കംപ്ലീറ്റ് നേരത്തെ നമ്മൾ കൺട്രി നെയിം ആണ് ഇവിടെ കൊടുത്തത്, നെയിം മാത്രമാണ് വന്നത്. ഇവിടെ സ്റ്റാർ എന്ന് കൊടുത്തത് കൊണ്ട് ആ ടേബിളിലുള്ള കംപ്ലീറ്റ് ഡാറ്റ കൺട്രി IDയും കൺട്രി നെയിമും അടക്കം വന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കോളംസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഡിസ്പ്ലേ ചെയ്യും. അതിനാണ് നമ്മൾ സ്റ്റാർ എന്നുള്ള ഒരു കീ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ ക്വറീസ് കൊടുക്കുന്നത്. അപ്പോൾ ക്വറി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് വാല്യൂസിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഒന്നിൽ കൂടുതൽ ടേബിൾസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫീൽഡാണ് ഫോറിൻ കീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ 3 ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞു. ആ 3 ടേബിളിലെയും ഇപ്പോൾ മാച്ചസ് ടേബിൾ ഉണ്ട്, അതിൽ ഈ കോഡ് അതായത് കൺട്രി IDയും അയാളുടെ കൺട്രി ID ഇവിടെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ പ്ലെയറിന്റെ ടേബിളിൽ നമ്മുടെ ഒരു കൺട്രി ID ഉണ്ടാവും. അത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുക. ഇവിടെ പ്ലെയർ നെയിമും അയാളുടെ കൺട്രി ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ കൺട്രി ID ഉണ്ട്. അപ്പോൾ കൺട്രി ടേബിളിൽ പോയിട്ട് ആ ID വെച്ചിട്ട് കൺട്രി ഏതാന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ 2 ടേബിൾസിനെ കണക്ട് ചെയ്തിട്ട് ക്വറി കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോറിൻ കീസ് എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന 2 ടേബിളിലും സെയിം ആയിട്ട് കൊടുക്കുന്ന ഒരു ഫീൽഡ്. അപ്പോൾ ഇവിടെ കൺട്രി ID എന്നുള്ളത് ഒരു ഫോറിൻ കീ ആണ്, അത്രയും മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ SQLite എന്നുള്ള പുതിയ സോഫ്റ്റ്വെയർ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.